പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 121:1-2. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരുടെ സഹായം കൂടാതെ നമുക്ക് ജീവിക്കുക അസാധ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കാണുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം തനിക്ക് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അത് സൃഷ്ടിയിൽ തന്നെ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതായി നാം കാണുന്നു. ജീവിതത്തിൽ, കുടുംബത്തിലായാലും, ഭാര്യ-ഭർത്തൃ ബന്ധത്തിലായാലും, മക്കളുമായിട്ടുള്ള ബന്ധത്തിലായാലും, നമ്മുടെ സമൂഹത്തിലായാലും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലായിടത്തും പരസ്പരം ഒരു ധാരണയും പരസ്പര വിശ്വാസവും പരസ്പര സഹായവും നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. മനുഷ്യരുടെ സഹായം ചില സമയത്ത് വ്യർത്ഥമാകുന്ന അനുഭവങ്ങളുണ്ട്. മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിലെ തിക്ത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിങ്കിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നു. ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ യഹോവ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന എലോഹീം എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം സർവശക്തനായ ദൈവം എന്നാണ്. സർവശക്തനായ സൃഷ്ടാവാൻ ദൈവം നമ്മെ സൃഷ്ടിച്ചു, നമുക്കുള്ളതെല്ലാം സൃഷ്ടിച്ചു, ഇന്നും നമ്മെ കരം പിടിച്ച് നടത്തുന്നു. ആ ദൈവത്തിങ്കിലേക്ക് ഇന്ന് പ്രഭാത സമയം നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കണ്ണിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കണ്ണിലേക്കും എന്ന പോലെ ഞാൻ എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നു. ഇത് പഴയ നിയമത്തിലൊരു സിസ്റ്റമാണ്. ദാസനും ദാസിയും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടി നോക്കുന്ന ഒരനുഭവം. പുതിയ നിയമത്തിൽ നമ്മൾ ദാസന്മാരല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അബ്ബാ പിതാവ് എന്നുള്ള പുത്രത്വം നൽകി ദൈവം നമ്മളെ മക്കളാക്കി സ്വീകരിച്ചിരിക്കുകയാണ്. അവൻ നമ്മുടെ കർത്താവാണ്, നമ്മുടെ പിതാവാണ്. ആ ദൈവത്തെങ്കിലേക്ക് ഏത് സമയത്ത് കടന്നു ചെല്ലുവാനും, ആ ദൈവത്തോട് ധൈര്യത്തോട് ചോദിക്കുവാനും, ആ ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിപ്പാനും നമുക്ക് ധൈര്യമുണ്ടായിരിക്കണം. അത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവം കൊടുത്ത ഒരു അവകാശമാണ്, വാഗ്ദത്തമാണ്. എല്ലാ ആത്മീയ അനുഭവങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. 53-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ആമേ, സ്തോത്രം. ദൈവവചനത്തിൽ തന്നെ വായിക്കുന്നു, ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, അവങ്കിലേക്ക് നോക്കയുടെ മുഖം പ്രകാശിതമായി അവരുടെ മുഖമോ രുചിച്ചു തിരുവനന്തപുരത്ത് വായിക്കുന്നുള്ളൂ. ഇന്ന് പകൽക്കാലം നിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും, ആത്മീയവും ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും ഇന്ന് പകൽക്കാലം കർത്താവ് അവരോട് കൂടെ ഇരുന്ന് ദൈവം അമ്മ എലോഹിയായ ദൈവം അമ്മ സർവശക്തനായ ദൈവം നിന്റെ ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനം കേൾക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. മഹത്വം കർത്താവ് എടുത്താട്ട് യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.